Hello, welcome back to my channel. So today I'm gonna share one of my night study sessions. 9 മണിക്കാണ് എൻ്റെ ഇന്നത്തെ സ്റ്റഡി സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ ഞാൻ ടു ഡു ലിസ്റ്റ് സെറ്റാക്കി വെക്കുകയായിരുന്നു. 9 മണി മുതൽ 4 വരെയുള്ള 6 hour ടൈം ടേബിളാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. എക്സ്പെയിലിൻ്റെ ടൈം ടേബിളിൽ ഇന്ന് മോർഫോളജി ആയിരുന്നു, ബയോളജി ചാപ്റ്റർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ടെക്സ്റ്റ് വായിക്കാമെന്ന് വിചാരിച്ചു. മോർഫോളജി ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ചാപ്റ്റേഴ്സ്. എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ് ആ ചാപ്റ്റർ വായിക്കാൻ. ബയോളജി ടെക്സ്റ്റ് വായിക്കുമ്പോൾ എനിക്ക് ഏറ്റവും എഫക്റ്റീവായി തോന്നിയിട്ടുള്ളത് പൊമോഡോറോ സെഷൻസ് സെറ്റ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ചെറിയ ചെറിയ ടൈമേഴ്സ്. അതാകുമ്പോൾ ടൈമേഴ്സിനനുസരിച്ചിട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നുകൂടെ സ്പീഡിൽ വായിക്കും. നമ്മൾ പെട്ടെന്ന് തീർക്കാൻ പറ്റും, ലാഗ് അടിക്കില്ല. ബയോളജി ടെക്സ്റ്റ് വായിക്കുമ്പോൾ ഒരുപാട് സമയം എടുക്കുന്നു എന്നുള്ളവർക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാം. അപ്പം ഞാൻ മോർഫോളജി എന്നുള്ള ചാപ്റ്ററിന് വേണ്ടിയിട്ട് 2 പൊമോഡോറോ സെഷൻസാണ് വെച്ചിട്ടുണ്ടായിരുന്നത്, 25 മിനിറ്റ് ഈച്ച്. അങ്ങനെ എൻ്റെ ഫസ്റ്റ് സെഷൻ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് ഇൻഫ്ലോറസൻസ് വരെയായിരുന്നു. അധികം കറക്റ്റ് ടൈമിൽ തന്നെ കംപ്ലീറ്റ് ചെയ്തു. ബ്രേക്ക് ടൈമിൽ ഞാൻ ചെറുതായിട്ട് വെള്ളമൊക്കെ കുടിച്ചു. അതിന് ശേഷമുള്ള സെഷൻസ് ഫാമിലീസ് വരെയായിരുന്നു. ഇപ്പോൾ എക്സ്ട്രാ ആഡ് ചെയ്ത ഫാമിലീസ് ടെക്സ്റ്റിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇന്നത്തെ ലൈവ് ക്ലാസ് കാണാമെന്ന് വിചാരിച്ചു. ആഡ് ചെയ്ത ഫാമിലീസിൻ്റെ നോട്ടെല്ലാം എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഞാൻ മുന്നേ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് റെഫർ ചെയ്ത് ക്ലാസ് കാണാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഫസ്റ്റ് പാർട്ട് മാത്രമേ ഉള്ളൂ മോർഫോളജിയുടെ എന്ന് മനസ്സിലായത്. അങ്ങനെ പ്ലാൻ എല്ലാം മാറ്റി ക്ലാസ് കാണൽ ഞാൻ തീരുമാനിച്ചു. ഒപ്പം തന്നെ എടുത്ത നോട്ട് എന്തായാലും വായിച്ചു നോക്കാമെന്ന് കരുതി. 4 ഫാമിലീസാണ് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുള്ളത്. ഫബേസിയെ ഓൾറെഡി നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. ആഡ് ചെയ്ത ഫാമിലീസൊന്നും എനിക്ക് അത്ര കണ്ടും ഇഷ്ടമായില്ല. പക്ഷെ എന്തായാലും പഠിച്ചല്ലേ പറ്റൂ. 9 മണി മുതൽ 11 മണി വരെയാണ് ഞാൻ മോർഫോളജിക്ക് അലോട്ട് ചെയ്ത ടൈം. പക്ഷേ അതിനും വളരെ നേരത്തെ ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. 10:20 ആയപ്പോഴേക്കും മോർഫോളജി കംപ്ലീറ്റ് ആയി. ഓരോ സെഷൻ കഴിയുന്തോറും കംപ്ലീറ്റ് ചെയ്ത ചാപ്റ്റർ ഞാൻ ലിസ്റ്റിൽ ടിക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. നെക്സ്റ്റ് ടൈം ഫിസിക്സിൻ്റെ ആയിരുന്നു. അന്നത്തെ എക്സ്പെയിലെ ടൈം ടേബിളിൽ ഫിസിക്സ് ചാപ്റ്റർ വേവ് ഒപ്റ്റിക്സ് ആണ്. വേവ് ഒപ്റ്റിക്സിലെ ഡിഫ്രാക്ഷൻ എനിക്ക് കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പേളിൽ ഡിഫ്രാക്ഷൻ്റെ വീഡിയോ കാണാമെന്ന് വിചാരിച്ചു. FM സാറിൻ്റെ വീഡിയോ ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. കൂടെ തന്നെ ഞാൻ ഷോർട്ട് നോട്ടും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ചാപ്റ്ററിലെ എല്ലാ ഇക്വേഷൻസും അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സും ആണ് ഞാൻ ഷോർട്ട് നോട്ട്സിൽ ഇൻക്ലൂഡ് ചെയ്യാറുള്ളത്. അതിൻ്റെ കൂടെ തന്നെ സാറ് തരുന്ന പ്രോബ്ലംസ് എല്ലാം ഞാൻ ക്ലാസ് പോസ് ചെയ്ത് അതിനു മുന്നേ ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. ഫെബ്രുവരി 25 GIBയുടെ നെക്സ്റ്റ് എക്സാം നടക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചത് കഴിഞ്ഞ GIBക്ക് ശേഷമുള്ള മൊഡ്യൂളിലെ ചാപ്റ്റേഴ്സ് മാത്രമാണ് എക്സാമിന് എന്നാണ്. പക്ഷേ നോട്ടിഫിക്കേഷൻ കണ്ടപ്പോഴാണ് മനസ്സിലായത് 41 ചാപ്റ്റേഴ്സ് ഉണ്ട്. വളരെ കുറച്ച് സമയമേ ഉള്ളൂ. പക്ഷേ പറ്റുന്ന പോലെയൊക്കെ നോക്കണം. ഈ 41 ചാപ്റ്റേഴ്സ് ഇത്ര ദിവസത്തിനുള്ളിൽ എങ്ങനെ പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യുമെന്നറിയില്ല. പക്ഷേ പറ്റുന്ന പോലെ ഷോർട്ട് നോട്ട്സും കാര്യങ്ങളും എല്ലാം നോക്കി പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഡിഫ്രാക്ഷന് ശേഷം എനിക്കെന്തോ ഈ ചാപ്റ്റർ അത്ര സെറ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ ഇന്നുണ്ടായ ലൈവ് കൂടെ കാണാമെന്ന് വിചാരിച്ചു. ആ സെഷൻ കഴിഞ്ഞപ്പോഴും ഞാൻ എൻ്റെ ലിസ്റ്റിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിഫ്രാക്ഷൻ്റെ ക്ലാസ് കഴിഞ്ഞപ്പോഴേക്കും 11:20 ആയിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് പിന്നെ ഞാൻ ഫിസിക്സിൻ്റെ ലൈവ് കാണാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. സാറിൻ്റെ ക്ലാസ്സും കുഴപ്പമില്ലായിരുന്നു. എക്സ്ട്രാ പോയിൻറ്റ്സ് എല്ലാം ഞാൻ ഷോർട്ട് നോട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഫെബ്രുവരി 23-നും 24-നും ഞാൻ GIB പോർഷൻസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. മൊഡ്യൂൾ എക്സാം എന്തായാലും അറ്റൻഡ് ചെയ്യണം. പക്ഷേ ഇമ്പോർട്ടൻസ് കൂടുതൽ GIB പോർഷൻസിന് കൊടുക്കണം എന്ന് തോന്നി. അത്ര പോലും നോക്കിയില്ലെങ്കിൽ എനിക്ക് എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റില്ല. പോരാത്തതിന് മൊഡ്യൂൾ 8-ലെ ചില ചാപ്റ്റേഴ്സ് എനിക്ക് പെൻഡിങ്ങും ഉണ്ട്. ഇത്രയും കാലം വലിയ വലിയ ടെൻഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ചെറുതായിട്ട് വരുന്നുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ഞാൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള സങ്കടം തന്നെയാണ്. സ്റ്റഡീസിൻ്റെ കാര്യം ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. പോരാത്തതിന് ടൈമിങ് കൂടി സെറ്റാക്കണം. എനിക്ക് ഏറ്റവും കൂടുതൽ എക്സാമിൽ പ്രശ്നം വരുന്നത് ടൈമിങ്ങിനാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ എക്സാമിന് സമയം തികയാറേ ഇല്ല. പല എക്സാമുകളിലും ടൈം കിട്ടാത്ത കാരണം ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കാൻ പോലും പറ്റാതായിട്ടുണ്ട്. അതെല്ലാം ഇനി സെറ്റ് ചെയ്യണം. ഏപ്രിലിൽ മോക്ക് ടെസ്റ്റുകൾ വരുമ്പോൾ എല്ലാം റെഡിയാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാ കാര്യങ്ങളിലും ഒരു പോസിറ്റീവ് വൈബ് കീപ്പ് ചെയ്യുന്ന ആളാട്ടോ ഞാൻ. അതിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ ഇന്നിവിടെ നിൽക്കുന്നത് തന്നെ.
ക്ലാസ് എല്ലാം കണ്ടു നിർത്തുമ്പോൾ സമയം 1:30 ആയിട്ടുണ്ട്. അങ്ങനെ ആ ചാപ്റ്ററിൽ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോഴും ടെക്സ്റ്റ് വായിക്കുമ്പോഴെല്ലാം ഇപ്പോൾ ഞാനിങ്ങനെ ടൈമർ സെറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. എൻ്റെ സ്റ്റഡീനെ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 1 ഹവറാണ് സെറ്റ് ചെയ്തത്. കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ എനിക്ക് അത്ര ഓക്കെ ആയില്ല. എന്നെ കൊണ്ട് പറ്റുന്നത്ര ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ ചെയ്തു, പക്ഷേ ഞാൻ ഒരുപാട് ഫോഴ്സ് ചെയ്തില്ല. ബിക്കോസ് ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിച്ചാലും ക്വസ്റ്റ്യൻസ് നേരവണ്ണം കിട്ടില്ല. കുറച്ച് നേരം കഴിഞ്ഞ് കാമായിട്ട് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിലും ഈസി ആയിട്ട് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും. അങ്ങനെ 1 ഹവർ കൊണ്ട് പറ്റുന്നത്ര ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. നെക്സ്റ്റ് 2:30 മുതൽ 4 മണി വരെ ഞാൻ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസാണ് വായിച്ചത്. അതിലെ കുറച്ച് പോർഷൻസ് ഞാൻ ഓൾറെഡി വായിച്ചിട്ടുണ്ടായിരുന്നു, ബാക്കി പെൻഡിങ് ആയിട്ടുള്ള പോർഷൻസാണ് വായിച്ചത്. ശരിക്കും സുവോളജിയൊക്കെ ചാപ്റ്റേഴ്സ് വായിക്കുമ്പോഴാണ് എനിക്ക് ബയോളജി ഇത്ര ഇഷ്ടമാണെന്ന് മനസ്സിലാവുന്നത്. ഹ്യൂമൻ ഫിസിയോളജി ഒക്കെ വായിക്കാൻ എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഹ്യൂമൻ ഫിസിയോളജി ടെക്സ്റ്റ് എല്ലാം വായിക്കുമ്പം നെക്സ്റ്റ് ഇയർ ഇതിലും ഡീപ്പായി പഠിക്കേണ്ടതല്ലേ എന്ന് ഞാൻ എപ്പോഴും ഓർക്കും. അത് ആലോചിക്കുമ്പോൾ തന്നെ നല്ല സന്തോഷം കേട്ടോ. ഇങ്ങനെ വീട്ടുകാരുടെ ഫോഴ്സിങ്ങോ ജസ്റ്റ് ഒരു കരിയർ ഓപ്ഷനോ അല്ലാതെ ഭയങ്കര പാഷനേറ്റ് ആയിട്ട് ഈ പ്രൊഫഷൻ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം. ഞാൻ എൻ്റെ GABയുടെ സ്റ്റഡി സെഷൻസ് കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാം. ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് അത്യാവശ്യം വലിയ ചാപ്റ്ററാണ്, പക്ഷേ പഠിക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കഴിഞ്ഞ ദിവസം എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഹൗസ് ഫ്ലൈസ് ആക്ട് ആസ് ദ വെക്ടേഴ്സ് ഓഫ് അമീബിയാസിസ് എന്ന് പറഞ്ഞ്. ഒറ്റ നോട്ടത്തിൽ കാണുമ്പം എനിക്കത് ശരിയാന്ന് തോന്നി, പക്ഷേ ടെക്സ്റ്റ് ഒന്നുകൂടെ റെഫർ ചെയ്തപ്പോഴാണ് മെക്കാനിക്കൽ കാരിയേഴ്സാണ് ഹൗസ് ഫ്ലൈസ് എന്ന് മനസ്സിലായത്. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ തെറ്റെല്ലാം എല്ലാ ചാപ്റ്റേഴ്സിലും വരും. ടെക്സ്റ്റ് വായിക്കുമ്പോൾ ഡീപ്പായിട്ട് നന്നായിട്ട് ശ്രദ്ധിച്ച് വായിക്കുക. അങ്ങനെ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് വായിച്ച് തീർന്നപ്പോഴേക്കും സമയം ഏകദേശം 4 മണിയെല്ലാം ആവാറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ സെഷന് സെറ്റ് ചെയ്ത് വെച്ച എല്ലാ ചാപ്റ്റേഴ്സ് ഞാൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ ലിസ്റ്റ് മാർക്ക് ചെയ്ത് നെക്സ്റ്റ് ഡേയിലേക്കുള്ള ടു ഡു ലിസ്റ്റും അലാറവും സെറ്റ് ചെയ്ത് ഞാൻ അന്നത്തെ ഡേ എൻഡ് ചെയ്തു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.